ഈ ലോകത്ത് നിന്ന് നമ്മെ തന്നെ പൂർണ്ണമായി പിൻവലിച്ചുകൊണ്ട് നമ്മുടെ ആദിമമായ ഉറവിടത്തിലേക്ക് മടങ്ങാൻ നമുക്ക് കഴിയുമോ? വിജ്ഞാൻ ഭൈരവ തന്ത്രത്തിലെ 36ാമത്തെ വിദ്യ ഈ രഹസ്യമാണ് നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തുന്നത്. ആദ്യം ഒരു റോസാപ്പൂവിലേക്ക് ചിന്തകളില്ലാതെ നോക്കുക. നോട്ടം ശുദ്ധമായിരിക്കട്ടെ. സാവധാനം കണ്ണുകളടച്ച് ആ ബാഹ്യരൂപത്തിൽ നിന്ന് കാഴ്ച പിൻവലിക്കുക. അപ്പോൾ ആ പൂവ് നമുക്കുള്ളിലൊരു പ്രതിബിംബമായി ബാക്കിയുണ്ടാകും. നമ്മൾ ലോകത്തു നിന്ന് വിച്ഛേദിക്കപ്പെട്ടു കഴിഞ്ഞു, എങ്കിലും മനസ്സിന്റെ ഉള്ളിൽ അതിൻ്റെ നിഴൽ ബാക്കിയുണ്ട്. ഇനി ആ ആന്തരിക പ്രതിബിംബത്തിൽ നിന്ന് കൂടി നമ്മുടെ ശ്രദ്ധയെ പിൻവലിക്കുക. ആ രൂപത്തോട് പൂർണ്ണമായും നിസ്സംഗനാവുക. ഉള്ളിലെ ആ നിഴലും മായുമ്പോൾ നമ്മൾ പൂർണ്ണമായും ഒറ്റയ്ക്കാകും. ഈ സമൃദ്ധമായ ഏകാകിത്വത്തിലാണ് നമുക്ക് നമ്മെ അതിൻ്റെ ശുദ്ധമായ പരിശുദ്ധിയിൽ ദർശിക്കാനാവുക. രൂപങ്ങൾ മായുമ്പോൾ സത്യം തെളിയും. ആ ശൂന്യതയെ തിരിച്ചറിയലാണ് വിമോചനം. പ്രിയമുള്ളവരെ, നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഈ യാത്ര തുടങ്ങുന്നത് നോട്ടമെന്ന അതിലളിതമായ പ്രക്രിയയെ പുനർനിർവഹിച്ചുകൊണ്ടാണ്. സാധാരണയായി നമ്മളൊരു വസ്തുവിനെ നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മളൊരു പൂവിനെ നോക്കുന്നു എന്ന് കരുതിയാൽ ആ നിമിഷം തന്നെ നമ്മുടെ മനസ്സവിടെ സജീവമാകും. ഇത് ചുവന്ന റോസാപ്പൂവാണ്, ഇതെത്ര മനോഹരമാണ്, ഇതാര് തന്നതാണ് എന്നിങ്ങനെ 1000 ചിന്തകൾ ആ നോട്ടത്തിന് ചുറ്റും വട്ടം ചുറ്റും. അങ്ങനെയല്ലേ? ഇവിടെയാണ് ശിവൻ വിപ്ലവകരമായ ഒരു കാര്യം പറയുന്നത്. നോക്കുക എന്നാൽ ചിന്തിക്കാതെ നോക്കുക എന്നാണ് അർത്ഥം. നമ്മളിപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ നോട്ടത്തെ മാലിന്യമില്ലാതാക്കി മാറ്റാം എന്നതിനെ കുറിച്ചാണ്. നമ്മളൊരു വസ്തുവിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുമ്പോൾ ഇടയിൽ ചിന്തകളുടെ പുകമറയുണ്ടെങ്കിൽ അവിടെ നാം കാണുന്നത് ആ വസ്തുവിനെയല്ല, മറിച്ച് നമ്മുടെ തന്നെ മുൻധാരണകളെയാണ്. ഈ വിദ്യയുടെ 1ാം ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വസ്തുവിനെ, ഉദാഹരണത്തിന് ഒരു റോസാപ്പൂവിനെയോ ഒരു മെഴുകുതിരി നാളത്തെയോ നമുക്ക് തിരഞ്ഞെടുക്കാം. എന്നിട്ട് നമ്മുടെ ചിന്തകളെ പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ട് ആ വസ്തുവിലേക്ക് മാത്രം ലയിച്ചിരിക്കുക. ഈ ശുദ്ധമായ നോട്ടത്തിലൂടെ മാത്രമേ നമുക്ക് ഈ ബാഹ്യലോകവുമായുള്ള സത്യസന്ധമായ ഒരു ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും നമ്മൾ ഈ ലോകത്തെ നോക്കുന്നത് ഒരു വിധികർത്താവിനെ പോലെയാണ്. എന്നാൽ ഈ ധ്യാനത്തിൽ നമ്മൾ വെറുമൊരു സാക്ഷി മാത്രമാണ് കേട്ടോ. ഒരു കണ്ണാടിക്ക് മുമ്പിൽ എന്തു വന്നാലും അത് പ്രതിഫലിപ്പിക്കും. അതിന് പൂവിനോട് വെറുപ്പോ സ്നേഹമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരിക്കലുമില്ല. അതുപോലെ നമ്മുടെ ബോധം ഒരു കണ്ണാടിയായി മാറണം. ഇപ്പോൾ നമ്മൾ പരിശീലിക്കുന്നത് ഈ കണ്ണാടിയുടെ സ്വഭാവമാണ്. നോട്ടം ശുദ്ധമാകുമ്പോൾ വസ്തുവിനെ കുറിച്ചുള്ള അനാവശ്യമായ ബഹളങ്ങൾ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകും. ആ നിശബ്ദതയിലാണ് സത്തയുടെ മൗനം ആദ്യമായി നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങുക. ഇവിടെ ആവർത്തനങ്ങളില്ലാതെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമെന്നത് ഈ നോട്ടം ഒരു തുടക്കം മാത്രമാണെന്നതാണ്. ഒരു ബാഹ്യ വസ്തുവിൽ നമ്മുടെ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിക്കുമ്പോൾ നമ്മുടെ ബോധം ആ വസ്തുവിന്റെ രൂപം കൈക്കൊള്ളും. പൂവോ അല്ലെങ്കിൽ മെഴുകുതിരി നാളമോ അവിടെയുണ്ട്, പക്ഷെ നമ്മുടെ ഉള്ളിൽ ആ പൂ മാത്രമാണുള്ളത്, അല്ലെങ്കിൽ ആ നാളം മാത്രമേ ഉള്ളൂ. ഈ ഒരു അവസ്ഥ നമുക്കുള്ളിൽ വരുന്നത് വരെ ഈ ദർശനം തുടർന്നുകൊണ്ടിരിക്കണം. ചിന്തകൾ നമ്മുടെ നോട്ടത്തെ മലിനപ്പെടുത്തുന്നത് നിർത്തുമ്പോൾ നമ്മൾ ആ വസ്തുവുമായി ആഴത്തിൽ വിനിമയം ചെയ്യും. ഈ വിനിമയത്തിലൂടെയാണ് നമുക്ക് നമ്മുടെ അടുത്ത ഘട്ടമായ പിൻവാങ്ങലിലേക്ക് കടക്കുവാനുള്ള കരുത്ത് ലഭിക്കുന്നത്. ഓർക്കുക, നമ്മൾ എന്തിനെ നോക്കുന്നു എന്നതിലല്ല കാര്യം, എങ്ങനെ നോക്കുന്നു എന്നതിലാണ്.
ആ നോട്ടം നിഷ്കളങ്കമാകുമ്പോൾ ഈ ലോകം അതിൻ്റെ യഥാർത്ഥ സ്വരൂപം നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തും. നമ്മുടെ ഈ യാത്രയുടെ രണ്ടാം ഘട്ടം തുടങ്ങുന്നത് ബാഹ്യലോകവുമായുള്ള ദൃശ്യപരമായ ആ ബന്ധം വിച്ഛേദിച്ചുകൊണ്ടാണ്. മുൻപ് നമ്മൾ ആ റോസാപ്പൂവിനെ ചിന്തകളില്ലാതെ നോക്കി നിൽക്കുന്നതിനെ കുറിച്ച് മനസ്സിലാക്കി. ഇപ്പോൾ നമുക്കുള്ളിൽ ആ പൂ മാത്രമാണുള്ളത്. ഈ പാരമ്യത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഈ നിമിഷം നമ്മുടെ നോട്ടത്തെ ആ വസ്തുവിൽ നിന്ന് സാവധാനം പിൻവലിക്കാൻ തുടങ്ങണം. കണ്ണുകൾ പതുക്കെ അടയ്ക്കാം. അപ്പോൾ ഭൗതികമായ ആ റോസാപ്പൂവ് നമ്മുടെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞു കഴിയും. എന്നാൽ വിസ്മയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ബാഹ്യവസ്തു അവിടെ ഇല്ലാതാകുമ്പോഴും നമ്മുടെ ബോധത്തിന്റെ കണ്ണാടിയിൽ അതിൻ്റെ പ്രതിബിംബം അതീവ വ്യക്തതയോടെ അവശേഷിക്കുന്നു എന്നതാണ്. ഈ ഘട്ടത്തിലാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഒരു പുതിയ ആന്തരിക ലോകത്തേക്ക് തുറന്നു വയ്ക്കാൻ സാധിക്കുന്നത്. പുറത്തെ ഒരു വസ്തു നമ്മുടെ കാഴ്ചയിൽ നിന്ന് മായുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ ഒരു ചിന്തയുടെ വിത്തായി അല്ലെങ്കിൽ ഒരു സ്മരണയുടെ ചിത്രമായി നിലനിൽക്കും. ഇവിടെ നോട്ടത്തെ പിൻവലിക്കുക എന്നാൽ കേവലം നമ്മുടെ കണ്ണടക്കലല്ല, മറിച്ച് പുറത്തെ വസ്തുവിനോടുള്ള നമ്മുടെ ബന്ധം അവസാനിപ്പിക്കലാണ്. ബാഹ്യമായ ആ പൂവ് അവിടെ ഇല്ലാതായി കഴിഞ്ഞു, എന്നാൽ നമ്മളുടെ ബോധം ആ രൂപത്തെ ഇപ്പോൾ ഉള്ളിൽ സംവഹിക്കുന്നുമുണ്ട്. ഈ ഒരവസ്ഥയിൽ ബാഹ്യമായ വസ്തുവില്ലാതെ തന്നെ ആ രൂപമുള്ളിൽ നിലനിൽക്കുന്ന ആ വിസ്മയത്തെ നമ്മൾ തിരിച്ചറിയും. നമ്മുടെ ബോധം എന്നത് അനന്തമായ ഒരു കണ്ണാടിയാണ്. ആ കണ്ണാടിയിൽ പ്രതിഫലിച്ച ചിത്രം പൂവിൻ്റെതാണെങ്കിലും ആ ചിത്രത്തെ തിരിച്ചറിയുന്ന പ്രകാശം നമ്മുടേതാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വിച്ഛേദിക്കലാണ്, അതായത് ഡിറ്റാച്ച്മെന്റ്. പുറത്തുള്ളത് പുറത്ത് തന്നെ ഇരിക്കട്ടെ, എന്നാൽ അതിൻ്റെ പ്രതിബിംബം നമുക്കുള്ളിൽ മാത്രം ജ്വലിച്ചു നിൽക്കട്ടെ. ഈ ഘട്ടം കൃത്യമായി പാലിക്കുമ്പോൾ മാത്രമേ നമുക്ക് അടുത്ത കഠിനമായ പിൻവാങ്ങലിന് തയ്യാറെടുക്കുവാൻ കഴിയും. പലപ്പോഴും നമ്മൾ ഒരു വസ്തുവിൽ നിന്ന് കണ്ണെടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ മറ്റൊന്നിലേക്ക് നോക്കാൻ തിടുക്കം കാട്ടുന്നവരാണ്. എന്നാൽ ഇവിടെ ആ പൂവിൽ നിന്ന് കണ്ണെടുത്ത ശേഷം നമുക്കുള്ളിൽ അവശേഷിക്കുന്ന ആ മനോഹരമായ നിഴലിനെ മാത്രം ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ പുറത്തെ ലോകം നിശ്ചലമാകുകയും ആന്തരികമായ ആ ഒരു രൂപം മാത്രം നമ്മളോടൊപ്പം ഉണ്ടാകുകയും ചെയ്യും. ഈ ഒരു ഏകാഗ്രതയിലൂടെ നമുക്ക് നമ്മുടെ ബോധത്തിന്റെ കരുത്ത് മനസ്സിലാക്കുവാൻ സാധിക്കും. ചിന്തകളുടെ ബഹളമില്ലാതെ ആ ഒരു പ്രതിബിംബം മാത്രം ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ അവസ്ഥയാണ് അടുത്ത വലിയ പിൻവാങ്ങലുകളിലേക്കുള്ള പാലമായി വർത്തിക്കുന്നത്. ആദ്യമായി നമ്മൾ ബാഹ്യമായ റോസാപ്പൂവിനെ ദർശിച്ചു, അല്ലെങ്കിൽ ആ മെഴുകുതിരി നാളത്തെ ദർശിച്ചു. രണ്ടാമതായി നമ്മൾ കണ്ണുകളടച്ച് ആ പൂവിൻ്റെയോ അല്ലെങ്കിൽ ആ തിരിനാളത്തിൻ്റെയോ ആന്തരിക പ്രതിബിംബത്തിലേക്ക് ശ്രദ്ധ മാറ്റി. ഇനി നമ്മൾ ഈ വിദ്യയുടെ ഏറ്റവും നിർണായകവും വെല്ലുവിളി നിറഞ്ഞതുമായ ഘട്ടമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഈ ആന്തരിക യാത്രയുടെ അടുത്ത ഘട്ടം എന്നത് ഈ പ്രതിബിംബത്തിൽ നിന്നുകൂടി നമ്മളെ പിൻവലിക്കുക എന്നതാണ്. പുറത്തുള്ള റോസാപ്പൂവിൽ നിന്ന് നമ്മൾ എങ്ങനെയാണോ നോട്ടത്തെ മാറ്റിയത്, അതേപോലെ നമുക്കുള്ളിലെ ആ പൂവിൻ്റെ ചിത്രത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയെ സാവധാനം പിൻവലിക്കണം. ഇത് ബാഹ്യമായ പിൻവാങ്ങലിൽ നിന്നും അല്പം കഠിനമാണ്. കാരണം പുറത്തുള്ള വസ്തുവിനെ നമുക്ക് കണ്ണടച്ചൊഴിവാക്കാം, എന്നാൽ നമുക്കുള്ളിലെ ചിത്രങ്ങളെ ഒഴിവാക്കാൻ മനസ്സിന്റെ ആഴത്തിലുള്ള മൗനം ആവശ്യമാണ്. ഈ ആന്തരിക രൂപങ്ങളിൽ നിന്നുകൂടി നമ്മൾ പിൻവാങ്ങുമ്പോൾ മാത്രമാണ് നമ്മൾ നമുക്ക് തന്നെ പരിചിതമായ ആ പഴയ സ്വത്വത്തെ മറികടന്ന് ശുദ്ധബോധത്തെ ദർശിക്കാനാവുക. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആ ആന്തരിക ചിത്രത്തോട് പൂർണ്ണമായും താല്പര്യമില്ലാത്തവനാകുക എന്നതാണ്. ഉള്ളിൽ ആ രൂപത്തിലേക്ക് നോക്കാതിരിക്കണം. ആ റോസാപ്പൂവിന്റെ ചിത്രമോ അല്ലെങ്കിൽ ആ മെഴുകുതിരി നാളത്തിന്റെ ചിത്രമോ നമ്മുടെ ബോധത്തിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും നമ്മൾ അതിൽ നിന്ന് വിട്ടുമാറി കഴിഞ്ഞുവെന്ന് ആഴത്തിൽ അനുഭവിക്കണം. ഒരു വസ്തുവിൽ നിന്ന് മനസ്സ് തന്റെ താല്പര്യം പിൻവലിക്കുമ്പോൾ ആ വസ്തുവിനവിടെ നിലനിൽപ്പില്ലാതാവുകയാണ്.
താമസിയാതെ തന്നെ ആ പ്രതിബിംബവും പുകമറ പോലെ മായുവാൻ തുടങ്ങും. ഈ ഘട്ടത്തിൽ നമ്മിലൊരു പുതിയ തരം സ്വാതന്ത്ര്യം അനുഭവപ്പെടും. അതായത് നമ്മുടെ ചിന്തകളോ ചിത്രങ്ങളോ നമ്മെ ഭരിക്കാത്ത, നമ്മൾ അവയിൽ നിന്ന് സ്വതന്ത്രനായി നിൽക്കുന്ന ഒരവസ്ഥ. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് നിസ്സംഗതയുടെ പാഠമാണ്. ആദ്യം ഒരു വസ്തു അവിടെ അപ്രത്യക്ഷമായി. ഇപ്പോൾ ആന്തരികമായ ആ നിഴലും അപ്രത്യക്ഷമാകാൻ തുടങ്ങുകയാണ്. മനസ്സ് പൂർണ്ണമായും ശൂന്യമാകുന്ന ഈ നിമിഷം അതീവ പവിത്രമാണ്. കാരണം പുറത്തെ ലോകവും അകത്തെ ലോകവും ഒരുപോലെ ഇല്ലാതാകുമ്പോൾ അവിടെ അവശേഷിക്കുന്നത് ആരെന്ന ചോദ്യം ഉണ്ടാകാം. ആ ശൂന്യതയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നമുക്ക് ആ പരമമായ ഏകാകിത്വത്തിന്റെ ആഴങ്ങൾ തൊട്ടറിയാൻ സാധിക്കും. ഈ ആന്തരിക പിൻവാങ്ങൽ പൂർണ്ണമാകുമ്പോൾ നാം നമ്മുടെ തന്നെ കേന്ദ്രത്തിലേക്ക് അതിവേഗതയിൽ തള്ളി നീക്കപ്പെടും. അവിടെയാണ് സത്യം നമ്മെ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് സമയം കൊണ്ട് നമ്മൾ ഒരു വസ്തുവിനെ ദർശിക്കാനും അതിൽ നിന്ന് കാഴ്ചയെ പിൻവലിച്ചുകൊണ്ട് ഒടുവിൽ ആ ആന്തരികമായ പ്രതിബിംബത്തെ പോലും മായ്ച്ചു കളയാനും പഠിച്ചു. ഇപ്പോൾ നമ്മൾ ഈ വിദ്യയുടെ പരമമായ ലക്ഷ്യത്തിലേക്കാണ്, യാതൊരു മറകളുമില്ലാത്ത ആ ശുദ്ധമായ ഏകാകിത്വത്തിലാണ് എത്തി നിൽക്കുന്നത്. ആദ്യഘട്ടത്തിൽ ബാഹ്യവസ്തു അവിടെ അപ്രത്യക്ഷമായി. പിന്നീട് ആന്തരികമായ ആ നിഴലും ഇല്ലാതായി. ഇനി അവിടെ എന്താണുള്ളത്? ഈ ശൂന്യതയിൽ, ഈ നിശബ്ദതയിൽ നമ്മൾ പൂർണ്ണമായും ഒറ്റയ്ക്കാണ്. പക്ഷേ ഇതൊരു ഒറ്റപ്പെടലല്ല താനും, മറിച്ച് അതീവ സമൃദ്ധമായ ഒരു ഏകാകിത്വമാണ്. എല്ലാ രൂപങ്ങളും എല്ലാ ചിന്തകളും അപ്രത്യക്ഷമാകുമ്പോൾ അവശേഷിക്കുന്നത് നമ്മുടെ അസ്തിത്വത്തിൻ്റെ ആ ആദിമമായ ഉറവിടമാണ്. ഇവിടെയാണ് നമുക്കതിൻ്റെ പൂർണ്ണമായ പരിശുദ്ധിയിൽ, യാതൊരുവിധ കലർപ്പുകളുമില്ലാത്ത ആ നിഷ്കളങ്കതയിൽ ദർശിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു കുഞ്ഞ് ആദ്യമായി ഈ ലോകത്തെ കാണുന്ന ആ നിഷ്കളങ്കതയോടെ നമ്മുടെ സ്വന്തം കേന്ദ്രത്തിലേക്ക് നമ്മൾ തള്ളി നീക്കപ്പെടും. നമ്മുടെ പുരാതന ക്ഷേത്രങ്ങളിലെ ബിംബങ്ങൾ യഥാർത്ഥത്തിൽ ഈ വിദ്യ അഭ്യസിക്കാനുള്ള ഉപകരണങ്ങളായിരുന്നുവെന്ന് ശിവൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ക്ഷേത്രത്തിലെ ആ വിഗ്രഹത്തിലേക്ക് ദൃഷ്ടി കേന്ദ്രീകരിക്കണം. ശേഷം അതിനെ ഉള്ളിലേക്ക് ആവാഹിക്കണം. എന്നിട്ട് കണ്ണടച്ചുകൊണ്ട് ആ ആന്തരിക രൂപത്തെയും തുടച്ചു നീക്കുക. എന്നാൽ ഇന്ന് ബിംബങ്ങൾ അവിടെയുണ്ടെങ്കിലും ഈ സാങ്കേതിക വിദ്യ നമുക്ക് നഷ്ടമായിരിക്കുകയാണ്. രൂപങ്ങളില്ലാത്ത ആ ശൂന്യതയിൽ നമ്മൾ മാത്രം അവശേഷിക്കുമ്പോൾ അവിടെയാണ് യഥാർത്ഥ പ്രകാശം തെളിയുന്നത്. ആ നിമിഷം നമ്മൾ തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ആ തിരിച്ചറിവിലൂടെയാണ് നമുക്ക് എന്നേക്കുമായി വിമോചിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ ഏകാകിത്വത്തിൽ നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയും. അവിടെ നമ്മൾ ഒരു വസ്തുവല്ല, മറിച്ച് സാക്ഷിയായ ശുദ്ധ ബോധമാണ്. എല്ലാ ചിന്തകളും ചിത്രങ്ങളും മായുമ്പോൾ കണ്ണാടിയിലൊന്നും പ്രതിഫലിക്കുന്നില്ലെങ്കിലും കണ്ണാടി അവിടെ ഉണ്ടല്ലോ. അതുപോലെയാണ് നമ്മുടെ ബോധവും. ഈ പൂർണ്ണമായ ഏകത്വത്തെ തിരിച്ചറിയലാണ് സത്യമെന്നത്. ഇത് നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: ലോകത്തു നിന്ന് നമ്മൾ നമ്മെ തന്നെ പിൻവലിക്കുന്നത് ലോകത്തോടുള്ള വെറുപ്പ് കൊണ്ടല്ല, മറിച്ച് നമുക്ക് തന്നെ പൂർണ്ണതയോടെ കണ്ടെത്തുവാനാണ്. അവിടെ എത്തുമ്പോൾ നമ്മൾ സത്യമാകുകയാണ്, നമ്മൾ നിത്യ ശാന്തിയാകുകയാണ്. വിജ്ഞാൻ ഭൈരവ തന്ത്രത്തിലെ ഈ 36ാമത്തെ വിദ്യ നമ്മുടെ ജീവിതത്തിൽ ആ വലിയ മടക്കയാത്രയ്ക്ക് വഴിയൊരുക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ ദിവ്യബോധം. നന്ദി, നമസ്കാരം.